നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? BJP എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ വടക്ക് സംസ്ഥാനങ്ങളാണ് നമ്മുടെ പലരുടെയും മനസ്സിലേക്ക് കടന്നു വരുന്നത്. പ്രത്യേകിച്ച് ഉത്തർപ്രദേശ് പോലെയുള്ള ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങൾ. വികസനമെത്താത്ത, റോഡുകളില്ലാത്ത, ജീവിത നിലവാരത്തിന്റെ കാര്യത്തിൽ ഇന്നും നമ്മുടെ കേരളത്തിന്റെ ഒപ്പം എത്താത്ത കുറേ മനുഷ്യരെയാണ് മനസ്സിലേക്ക് വരുന്നത്. ശരിയല്ലേ? അതായത് വിദ്യാഭ്യാസം ഇല്ലാത്ത, ജീവിത നിലവാരമില്ലാത്ത കുറേ പേരാണ് BJP എന്ന ഒരു ധാരണ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അവരാണ് BJPയെ തെരഞ്ഞെടുക്കുന്നത് എന്നതാണ് പൊതുവെ കേരളത്തിലുള്ള ഒരു നരേറ്റീവ്. സംഘികളുടെ വികസനമെത്താത്ത നോർത്ത് പോലെയല്ല കേരളം എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിരിക്കും. അതുപോലെ അങ്ങ് വടക്കൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ഏത് ക്രിമിനൽ കേസുകൾക്കും ഏത് പീഡനങ്ങൾക്കും സംഘികളുടെ സംസ്ഥാനം എന്ന പേരിലാണ് ഇവിടെ ക്യാമ്പയിൻ നടക്കുക. എന്നാൽ ഈ നാടുകളിൽ ഉള്ളവർ കുറച്ച് വർഷം മുന്നേ വരെ ആരെയാണ് തെരഞ്ഞെടുത്തത് എന്ന് തിരിച്ച് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? BJPയുടെ പോസിറ്റീവ് രാഷ്ട്രീയം പറയുന്ന പോസ്റ്റുകളുടെ കമന്റ് ബോക്സുകൾ എടുത്തു നോക്കിയാൽ കമന്റ് ബോക്സ് മുഴുവൻ പണ്ട് മൈദയിട്ട് ഒട്ടിക്കുന്ന സിനിമാ പോസ്റ്റർ പോലെ ചിലർ ആവേശപൂർവ്വം കുറെ പോസ്റ്റർ ഒട്ടിക്കുന്നത് കാണാം. അവർ കരുതുന്നത് അവർ എന്തോ കാര്യമായ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നത് പോലെയാണ്. ഇത്തരം കമന്റുകൾ ഒട്ടിക്കുന്നവരെ കാണുമ്പോൾ സത്യത്തിൽ സഹതാപമാണ്. ഇതിന് കാരണവുമുണ്ട്. സത്യത്തിൽ ഇതൊക്കെയായി BJPക്ക് എന്ത് ബന്ധമെന്ന ഒരൊറ്റ ചോദ്യത്തിന് ലോജിക്കലായ ഒരു ഉത്തരവും ഇല്ല എന്നത് തന്നെ. ഉത്തർപ്രദേശിലെ ഗ്രാമങ്ങളുടെ ചിത്രം കാണിച്ചിട്ട് നോക്ക് നിങ്ങളുടെ UP എന്ന് പറഞ്ഞാൽ സംഘപരിവാറുകാർ പ്രതിരോധത്തിലാവുമെന്നാണ് ഇവർ കരുതുന്നത് എന്ന് തോന്നുന്നുണ്ട്. ബീഹാറിൽ ആൾക്കൂട്ടം സ്ത്രീയെ ആക്രമിച്ചാൽ അതിലും സംഘപരിവാറുകാർ പ്രതിരോധത്തിലാവണം. മധ്യപ്രദേശിൽ ദളിത് യുവാവിനെ ആരെങ്കിലും ആക്രമിച്ചാൽ അതിനും സംഘപരിവാറുകാർ പ്രതിരോധത്തിലാവണം. സത്യത്തിൽ എന്താണ് ഇതിലെ ലോജിക്? ഉത്തർപ്രദേശിലെ കാര്യം മാത്രം ഉദാഹരണമെടുക്കാം. 61 വർഷം കോൺഗ്രസും ഇപ്പോഴത്തെ അവരുടെ കൂട്ടാളികളായ പ്രാദേശിക പാർട്ടികളും 6 വർഷം രാഷ്ട്രപതി ഭരണവും 18 വർഷം BJPയും ഭരിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. BJPയുടെ 18 വർഷത്തിൽ 9 വർഷം ഇപ്പോൾ യോഗി ആദിത്യനാഥ് ഭരിച്ചപ്പോൾ കിട്ടിയതേ ഉള്ളൂ എന്ന് മനസ്സിലാക്കണം. ആ ചുരുങ്ങിയ കാലത്തിൽ UPയുടെ വളർച്ചയുടെ വേഗത എന്തായിരുന്നു എന്ന് നമ്മുടെ കൺമുൻപിൽ കണ്ടതുമാണ്. ഇത്രയും വർഷം ഒരു നാടിനെയും ജനങ്ങളെയും അന്ധകാരത്തിൽ തള്ളിവിട്ടിട്ട് വെറും 9 വർഷം കൊണ്ട് BJP ആ നാട്ടിലെ മുഴുവൻ വികസനവും ആ നാട്ടിലെ ജനങ്ങളുടെ മുഴുവൻ സംസ്കാരവും ആ നാട്ടിലെ ജനങ്ങളുടെ സ്വഭാവവും മാറ്റിമറിക്കണമെന്നാണ് ഇവിടെ പലരും പറഞ്ഞു വെക്കുന്നത്. ഉത്തർപ്രദേശിലെ ഗ്രാമങ്ങളിലെ റോഡുകൾ കേരളത്തിലെ പോലെയല്ല എന്ന് പറഞ്ഞു വെക്കുന്ന കോൺഗ്രസുകാരൻ എന്തൊരു വിരോധാഭാസമാണെന്ന് ആലോചിച്ച് നോക്കണം. ഇത് തന്നെയാണ് ബീഹാറിലേക്ക് നോക്കിയാലും കാണാൻ സാധിക്കുക. ഇവിടെയൊക്കെ ഒരു കാലത്ത് ജംഗിൾ രാജായിരുന്നു എന്നത് നമ്മളൊക്കെ ബോധപൂർവം മറന്നുപോകുന്നു. അങ്ങനെയുള്ള ജംഗിൾ രാജ് നടന്നിരുന്ന UPയെ യോഗി ആദിത്യനാഥ് കൈപ്പിടിയിലാക്കിയത് ക്രിമിനലുകളെ എൻകൗണ്ടർ ചെയ്ത് തീർത്തിട്ട് തന്നെയാണ്. അങ്ങനെയേ അവിടെ സാധിക്കുമായിരുന്നുള്ളൂ. ഇനി നമുക്ക് ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് തിരിച്ചു പോകാം. BJP എന്ന് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ വടക്കൻ സംസ്ഥാനങ്ങളുടെ പേര് കേൾക്കുമ്പോൾ, അവിടെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ കോൺഗ്രസ് ഭരിച്ചു മുടിപ്പിച്ച വടക്കൻ സംസ്ഥാനങ്ങൾ നേരെയാക്കാൻ ശ്രമിക്കുന്ന ഒരു BJPയെ നിങ്ങൾക്ക് ഓർമ്മ വരേണ്ടതുണ്ട്. അങ്ങനെ തന്നെയാണ് നിങ്ങൾക്കത് ഓർമ്മ വരേണ്ടത്.